സർക്കാർ ഒരു വേദി ഉയർത്തുമ്പോൾ അതിലുണ്ടാകുന്നത് ഒരു ജനാധിപത്യപരമായ വേദി എന്ന നിലയ്ക്ക്, ഒരു ജനാധിപത്യ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു വേദി എന്ന നിലയ്ക്ക് ജനങ്ങൾ അംഗീകരിച്ചൊരു വിശ്വാസമാണ്. അവിടെ ഇപ്പോൾ സർക്കാർ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിലുയരുന്ന ആശയങ്ങൾ ജനാധിപത്യപരമായിരിക്കും, അവിടെ അതിനുണ്ടാകുന്ന പ്ലാറ്റ്ഫോം ജനാധിപത്യപരമായിരിക്കും തുടങ്ങിയ വിശ്വാസമാണ് സാധാരണഗതിയിൽ ജനങ്ങൾക്കുണ്ടാവുക. അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ അല്ലാതെ വീണ്ടും ഇപ്പോൾ ഈ വിശ്വാസ സംഗമവും ബദൽ സംഗമവും ഒക്കെ ഉണ്ടാകുമ്പോൾ ശബരിമല വീണ്ടും വലിയ ഈ ക്രമസമാധാന പ്രശ്നത്തിലേക്കും വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ പശ്ചാത്തലത്തിലേക്കും ഒക്കെ കടന്നു പോവില്ലേ? അല്ല, അങ്ങനെയൊന്നും ഇല്ല. യഥാർത്ഥത്തിൽ പ്രശ്നം എന്താ വെച്ചാൽ ശബരിമല എന്തിനു വേണ്ടിയിട്ടാണ് ഈ സംഗമം നടത്തുന്നത്? ഇപ്പോൾ ഒരു ആഗോള സംഗമം നടത്തുമ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ അജണ്ട വേണ്ടേ? ഇത് അയ്യപ്പ വിശ്വാസികളുടെ സമ്മേളനമാണെങ്കിൽ അയ്യപ്പ വിശ്വാസികൾ അമ്പലത്തിലേക്കാണ് പോകേണ്ടത്. അല്ലാതെ ഇപ്പം ഈ മറ്റേ പറയുന്ന രണ്ട് കക്ഷികളുടെ പേര് ഞാൻ പറഞ്ഞു, ഇവരുടെ പേരല്ലാണ്ട് ഞാൻ എന്താ അഡ്രസ്സ്, ഏത് മേൽവിലാസത്തിലാണ് ഇവർ വിളിക്കേണ്ടത്? ഒരാളെ വിജയനെന്നും ഒരാളെ വാസവനെന്നും വിളിക്കും. അവരുടെ പേരതായിരിക്കുന്ന കാലത്തോളം വേറെ എന്തെങ്കിലും പേരിൽ എനിക്ക് വിളിക്കാൻ പറ്റുമോ? അപ്പോൾ ആ തരത്തിൽ ആളുകളുടെ പേര് വിളിക്കുന്നത് പോലും വലിയ അക്രമാസക്തമായ ഒരു കുറ്റമായിട്ട് കണക്കാക്കപ്പെടുന്ന ഈ നാട്ടിൽ യഥാർത്ഥത്തിൽ എന്താ വിളിക്കേണ്ടത്? ഞാൻ മോഡി എന്നല്ലാണ്ട് വേറെ എന്താ വിളിക്കേണ്ടത്? അതൊക്കെ നിങ്ങൾ വിളിച്ചാൽ മതി. അപ്പം യഥാർത്ഥത്തിലുള്ള പ്രശ്നം, യഥാർത്ഥത്തിൽ ഈ സമ്മേളനം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സമ്മേളനത്തിലെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തിട്ടാണ്? അതൊരു വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് പ്രശ്നം അവിടെ വികസനമാണ്. വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കട്ടെ, ശബരിമലയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായിട്ട് മലയാളികൾ കൃത്യമായിട്ട് നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താ നടക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ എന്ത് തരം ആവശ്യങ്ങളാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഒന്നും ഒരു കൺഫ്യൂഷൻ ഇല്ല. കൺഫ്യൂഷൻ അവർക്കുള്ളത്, അവർക്ക് ഈ ശബരിമല വല്ലതും കിട്ടാനുണ്ടോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അത് കിട്ടണേ അത് വേറെ പരസ്യമായിട്ട് വാങ്ങണം. അല്ലാതെ നാട്ടിലെ ജനങ്ങളെ താല്പര്യങ്ങളുണ്ട്, സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളുണ്ട് തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങൾ സർക്കാരിന് മുന്നിലേക്ക് വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ സർക്കാരിന് കഴിയണം എന്നുള്ളതാണ് കോടതിയുടെ പരാമർശവും ഉണ്ടായിരിക്കുന്നത്.